ഹായ്, എല്ലാ കൂട്ടുകാർക്കും ടെക്ട്രോയിഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഗെയിം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാതെ ഉപയോഗിക്കാം എന്നാണ്. ആദ്യം തന്നെ പറയട്ടെ, ഈ അപ്ഡേറ്റ് എല്ലാ ഫോണുകളിലും ലഭ്യമായിട്ടില്ല. എൻ്റെ ഫോണിലും വർക്ക് ചെയ്യുന്നുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിലാണ് ഇപ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. മാത്രമല്ല, ഈ അപ്ഡേറ്റ് എല്ലാ ആപ്ലിക്കേഷനും ലഭ്യമായിട്ടില്ല. കുറച്ച് ആപ്ലിക്കേഷൻ മാത്രമേ ഡൗൺലോഡ് ചെയ്യാതെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഏതൊക്കെയെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ഫോണിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം താഴെയായി അക്കൗണ്ട്സിൽ ഗൂഗിൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ഗൂഗിൾ സെലക്ട് ചെയ്ത ശേഷം അപ്ഡേറ്റ് വന്നവർക്ക് താഴെയായി ഇൻസ്റ്റൽ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓൺ ആണോ അതോ ഓഫ് ആണോ എന്ന് ആദ്യം അത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓഫ് ആണെങ്കിൽ അത് ഓൺ ആക്കുക. ഇപ്പോൾ ഓൺ ചെയ്യുമ്പോൾ കാണിക്കുന്ന പെർമിഷൻ അലോ ചെയ്യുക. യെസ് ഐ ആം ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് ഗെയിംസ്. ഈ ഗെയിംസൊക്കെ ഡൗൺലോഡ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കൂടുതൽ ഗെയിംസ് ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ക്ലാഷ് റോയൽ എന്ന ഗെയിം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ട്രൈ നൗ, ഇൻസ്റ്റാൾ എന്നീ രണ്ട് ഓപ്ഷനുകളാണുള്ളത്. അതിൽ ട്രൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഓപ്പൺ ആവുന്നത്. ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും. ഗെയിം നോർമലായി എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാതെയും നമുക്ക് യൂസ് ചെയ്യാം. കൂടാതെ മറ്റു ചില ആപ്ലിക്കേഷൻസ് കൂടെ ഇങ്ങനെ ഇൻസ്റ്റൻ്റായി യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻസ്. നമുക്ക് ഈ ഗൂഗിൾ ട്രിപ്സ്, ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് തുറന്നു നോക്കാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ചില ഗെയിമുകൾ നമ്മൾ കളിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇത് മനസ്സിലാവുക, ഇത് നമുക്ക് ഒരു ഗുണമില്ലാത്ത ഗെയിമാണ് അല്ലെങ്കിൽ ഗുണമില്ലാത്ത ആപ്ലിക്കേഷൻ ആണെന്ന്. നമുക്ക് വെറുതെ MB അല്ലെങ്കിൽ ഡാറ്റ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ആപ്ലിക്കേഷൻ്റെ ഗുണനിലവാരം നമുക്ക് ഇതുവഴി നോക്കാം. ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ മതി. ഈ അപ്ഡേറ്റ് ഗൂഗിൾ പ്ലേ